ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വായിക്കാം എഴുതാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ്. ഓക്കെ, നമുക്ക് ഗദ്യഭാഗം ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രാവശ്യം എക്സാമിന് ഉണ്ടാവുക. ഇതുപോലൊരു ഗദ്യഭാഗം നൽകിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, നമുക്ക് വായിക്കാം. ഒരിക്കലൊരു സിംഹം വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു. ഇങ്ങനെ നടക്കവേ മരത്തണലിൽ കിടന്നുറങ്ങുന്ന ഒരു മുയലിനെ അവൻ കണ്ടു. അവന് സന്തോഷമായി. ഒറ്റയടിക്ക് മുയലിന്റെ കഥ കഴിക്കാനായി സിംഹം കയ്യുയർത്തി. അപ്പോഴാണ് ആ വഴി ഒരു കലമാൻ ഓടിപ്പോയത്. കലമാന്റെ ഇറച്ചിയുടെ രുചി ഓർത്തപ്പോൾ സിംഹത്തിന്റെ വായിൽ വെള്ളമൂറി. മുയലിനെ ഉണർത്താതെ അവൻ കലമാനിനു പിന്നാലെ കുതിച്ചു. ശബ്ദം കേട്ട് ഉണർന്ന മുയൽ കാര്യം മനസ്സിലായപ്പോൾ ഓടി രക്ഷപ്പെട്ടു. സിംഹം മാനിന്റെ പിന്നാലെ പാഞ്ഞെങ്കിലും അതിനെ കിട്ടിയില്ല. മാൻ മിന്നൽ പോലെ പാഞ്ഞ് രക്ഷപ്പെട്ടു. നിരാശനായ സിംഹം മുയലിനെ പിടിക്കാനായി തിരികെ മരച്ചുവട്ടിലെത്തി. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധാവിന് മനസ്സിലായത്. മുയൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിരുന്നു. സിംഹം തൻ്റെ മണ്ടത്തരമോർത്ത് വിഷമിച്ചു. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? മുയൽ എവിടെയാണ് കിടന്നുറങ്ങിയിരുന്നത് എന്നാണ് അല്ലേ. എവിടെയാ കൂട്ടുകാരെ? മരത്തണലിലാണല്ലേ. ഇന്നലെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എവിടെയാണ്? മരത്തണലിൽ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊല്ലുക എന്നതിനു പകരമായി കടങ്കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? കഥ കഴിക്കുക എന്നുള്ളതാണ് അല്ലേ. ഏതാണ്? കഥ കഴിക്കുക. ഇതിന് മുയലിനെ കൊല്ലാൻ തുടങ്ങിയ സിംഹം ആ പ്രവൃത്തി വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മുയലിനെ കൊല്ലാൻ തുടങ്ങിയ സിംഹപ്രവൃത്തി വേണ്ടെന്ന് വെച്ചത്? കലമാനിനെ കണ്ടതുകൊണ്ടല്ലേ. അപ്പം ആൻസർ എന്താണ്? കലമാനിനെ കണ്ടതുകൊണ്ട്. ഓക്കെ, ഇതിന് നാലാമത്തെ ചോദ്യം. സിംഹം കാണിച്ച മണ്ടത്തരം എന്തായിരുന്നു കൂട്ടുകാരി സിംഹം കാണിച്ച മണ്ടത്തരം? കയ്യിൽ കിട്ടിയ മുയലിനെ വിട്ടിട്ട് എന്ത് ചെയ്തു? കലമാനിന് പിന്നാലെ പാഞ്ഞു അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? കയ്യിൽ കിട്ടിയ മുയലിനെ വിട്ട് കലമാനിനു പിന്നാലെ പാഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. കഥ നൽകുന്ന സന്ദേശം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് സന്ദേശം? എന്താ? ലഭിച്ച ഭാഗ്യം ഉപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്ത് കൂടുതൽ ഭാഗ്യം തിരഞ്ഞു പോകുന്നവരെന്താകും? നിരാശരാകും അല്ലേ. അപ്പം ആൻസർ അല്ല. ലഭിച്ച ഭാഗ്യം ഉപേക്ഷിച്ച് കൂടുതൽ ഭാഗ്യം തിരഞ്ഞു പോകുന്നവർ നിരാശരാകും. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി അഭിപ്രായക്കുറിപ്പാണ്. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. അത് കുഞ്ഞിരാമനായിരുന്നു. അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയുമായപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി. എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലത്ത് കൊണ്ടുപോയി കിടത്തി ശുശ്രൂഷിച്ചു. ഉറൂബ് എഴുതിയ നോവൽ ഭാഗമായ ആ രക്തം മാഞ്ഞു പോയില്ല എന്നതിൽ നിന്നെടുത്ത ഭാഗമാണ് മുകളിൽ നൽകിയത്. കുഞ്ഞിരാമന്റെ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. നമുക്ക് ആൻസർ എഴുതാം. നമ്പ്യാർക്ക് ബോധക്ഷയം ഉണ്ടായപ്പോൾ മറ്റുള്ളവർ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ കുഞ്ഞിരാമൻ ഉടൻ തന്നെ വെള്ളവുമായി പാടത്തേക്ക് ഇറങ്ങി നമ്പ്യാരെ സഹായിച്ചു. ഇതെന്താണ്? ആപത്ത് ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? ജാതി മതഭേദമന്യേ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ പ്രവൃത്തിയിലൂടെ ഉറൂബ് വരച്ചു കാട്ടുന്നത് അല്ലേ. കുഞ്ഞിരാമന് ഈ മാതൃകാപരമായ പ്രവർത്തനം മറ്റുള്ളവർക്കും പ്രചോദനമായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടേതായ ഒരു അഭിപ്രായം ഇവിടെ എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വായനാ അനുഭവമാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ വായനാ അനുഭവം തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായത് നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വായനാ അനുഭവം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കൊടുക്കുന്നത് പാത്തുമ്മയുടെ ആട് എന്ന ബുക്കിൻ്റെ വായനാനുഭവമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, പാത്തുമ്മയുടെ ആട്. ഗ്രന്ഥകർത്താവ് വൈക്കം മുഹമ്മദ് ബഷീർ. എഴുതാം. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃതികളിലൊന്നാണ് പാത്തുമ്മയുടെ ആട്. വളരെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം വായനക്കാരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ബഷീറിൻ്റെ വീട്ടിലെ അംഗങ്ങളും അവരുടെ ഇടയിലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും തമാശകളുമാണ് ഇതിലെ പ്രമേയം. പ്രധാന ആകർഷണം എന്താണ്? വിശപ്പും ദാരിദ്ര്യവും നിറഞ്ഞ ചുറ്റുപാടിലും മനുഷ്യർ പുലർത്തുന്ന സ്നേഹവും നർമ്മവും ഇതിൽ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. പാത്തുമ്മയുടെ ആട്. വീട്ടിലെ സകല സാധനങ്ങളും തിന്നു തീർക്കുന്ന പാത്തുമ്മയുടെ ആട് ഒരു പ്രധാന കഥാപാത്രമായി തന്നെ മാറുന്നു. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധത്തെയും കുടുംബ ബന്ധങ്ങളുടെ ആഴത്തെയും ഈ കൃതി ലളിതമായി പറഞ്ഞു തരുന്നു. വായിച്ചു കഴിഞ്ഞാലും ഇതിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണിത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വായനാനുഭവം തയ്യാറാക്കാവുന്നതാണ്.
ഇനി നോക്കൂ, ബി ക്വസ്റ്റ്യൻ. രക്തം ആ രക്തം മാഞ്ഞു പോയില്ല എന്ന ശീർഷകത്തിന് ഏറ്റവും യോജിക്കുന്ന ആശയം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അയാളുടെ പ്രവർത്തനം വെറുതെയായില്ല, രക്തപ്പാടുകൾ മായാതെ കിടന്നു, രക്തപ്പാടുകളെ ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല, ധീരനായ പോരാളിയാണ് നമ്പ്യാർ. അപ്പൊ ഇതിലേതാണ്? അയാളുടെ പ്രവർത്തനം വെറുതെയായില്ല എന്നതാണല്ലേ. കണ്ണിലിത്തിരി വെള്ളച്ചായയുണ്ടായി. പിന്നെ യുണ്ണിത അച്ഛൻ തൻ്റെ മേശമേൽ തന്നെ വെച്ചു. കുട്ടിയുടെ കണ്ണിൽ വെള്ളച്ചായ പ്രത്യക്ഷപ്പെട്ടതിന് കാരണം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പുതിയ പേന കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ട് സമ്മാനമായി ലഭിച്ച പേനയിൽ പൂർണ്ണ ഉപയോഗാധികാരം ലഭിക്കാത്തതിനാൽ. ആൻസർ എന്താ വരുന്നത്? ഇവിടെ നോക്കൂ, ഓപ്ഷൻ 1 മാത്രം ശരി, 1, 2 ശരി, 2 മാത്രം ശരി, 2 ശരിയല്ല എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിൽ ഉത്തരം ഏതാണ്? 2 മാത്രം ശരി എന്നുള്ളതാണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോസ്റ്റർ. തുലാഭാരം എന്ന നാടകം നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കുന്നു. പ്രദർശനവേദി, നാടകത്തിൻ്റെ പേര്, സമയം, സംഘാടകർ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അത് നിങ്ങൾക്ക് എളുപ്പമല്ലേ തയ്യാറാക്കാൻ? ഒരു ബോക്സ് ഒക്കെ വരച്ച് ടൈറ്റിൽ കൊടുത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ആ മനോഹരമായ ചിത്രമൊക്കെ വരച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ബി കത്താണ്. ഞാൻ അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. കുഞ്ഞിരാമൻ്റെ ധീരമായ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതുക എന്നാണല്ലേ. അപ്പം നമുക്കിങ്ങനെ എന്തൊക്കെ എഴുതാം? കുഞ്ഞിരാമനല്ലേ നമ്മൾ കത്തെഴുതുന്നപ്പോൾ എഴുതാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു കോർണറിലായിട്ട് സ്ഥലവും ഡേറ്റും, നിങ്ങൾക്ക് ഡേറ്റും എഴുതാം. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് എഴുതുക, എന്നിട്ട് തീയതി എഴുതുക. ഇനി എഴുതാം: പ്രിയപ്പെട്ട കുഞ്ഞിരാമന്, സുഖമാണെന്ന് കരുതുന്നു. ആ രക്തം മാഞ്ഞു പോയില്ല എന്ന ഭാഗത്ത് നിന്റെ ധീരമായ പ്രവൃത്തിയെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി. നമ്പ്യാർ ബോധരഹിതനായി വീണപ്പോൾ മറ്റുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ നിമിഷം ഒട്ടും മടിക്കാതെ വെള്ളവുമായി ഓടിച്ചെന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ നീ കാണിച്ച മനസ്സ് വലിയൊരു മാതൃകയാണ്. ശത്രുതയോ ഭയമോ നോക്കാതെ ഒരാപത്തിൽ സഹായിക്കുക എന്ന നിന്റെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയെ ഞാൻ മനസ്സാ അഭിനന്ദിക്കുന്നു. നിന്നെ പോലെയുള്ള കുട്ടികളാണ് സമൂഹത്തിന് മാതൃക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അഭിനന്ദിച്ചുകൊണ്ട് ഇതുപോലൊരു കത്ത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ എന്താ എഴുതാം? തുടർന്നും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, സ്നേഹപൂർവ്വം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരവിടെ എഴുതുക. ഓക്കെ, ഇനി ജീവിതത്തിൽ സൗഹൃദത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു പ്രസംഗം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ആദ്യം എങ്ങനെയാണ് ഒരു പ്രസംഗം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ്: ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ സൗഹൃദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. തണലായി സൗഹൃദം. ഒരു മരത്തിൻ്റെ തണൽ പോലെയാണ് നല്ല സൗഹൃദങ്ങൾ. ജീവിതത്തിലെ കഠിനമായ വെയിലിൽ നമുക്ക് ആശ്വാസം നൽകാൻ ഒരു നല്ല സുഹൃത്തിന് സാധിക്കും. നമ്മുടെ സന്തോഷങ്ങൾ ഇരട്ടിയാക്കാനും സങ്കടങ്ങൾ പകുത്തു നൽകാനും സുഹൃത്തുക്കൾ കൂടെയുള്ളപ്പോൾ സാധിക്കുന്നു. സ്നേഹവും വിശ്വാസവുമാണ് ഒരു സൗഹൃദത്തിൻ്റെ അടിത്തറ. തെറ്റുകൾ തിരുത്തിക്കാനും ശരിയായ വഴിയിൽ നടത്താനും സുഹൃത്തുക്കൾക്ക് കഴിയും. കുഞ്ഞിരാമനെ പോലെ മറ്റുള്ളവർക്ക് ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ മടിക്കാത്തവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ജീവിതത്തിൽ സൗഹൃദത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ലഘുപ്രസംഗം തയ്യാറാക്കാവുന്നതാണ്. ഇനി നോക്കൂ, ലഘു ഉപന്യാസമാണല്ലേ കൊടുത്തിട്ടുള്ളത്. ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു സർ. വിദ്യാർത്ഥികളിൽ ഒളിഞ്ഞിരിക്കുന്ന രാജ്യസ്നേഹമാണോ ഈ വാക്യം വ്യക്തമാക്കുന്നത്? വിശദമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഉത്തരം ഒരു മാതൃക നോക്കാം. വിദ്യാർത്ഥികളിലെ രാജ്യസ്നേഹം, ആ രക്തം മാഞ്ഞുപോയില്ല എന്ന പാഠഭാഗത്ത് കുഞ്ഞിരാമൻ പറയുന്ന ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു സർ എന്ന വാക്യം അക്കാലത്തെ വിദ്യാർത്ഥികളിൽ ഒളിഞ്ഞിരുന്ന ശക്തമായ രാജ്യസ്നേഹത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പ്രസ്താവന കേവലം ഒരു വിമർശനമല്ല, മറിച്ച് വിദേശാധിപത്യത്തോടുള്ള പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ്. ബ്രിട്ടീഷ് ഭരണാധികാരിയായ റോബർട്ട് ക്ലൈവിനെ കുറിച്ചുള്ള സത്യസന്ധമായ വിലയിരുത്തലിലൂടെ ചരിത്രത്തെ വെറുതെ പഠിക്കുകയല്ല, മറിച്ച് അതിൻ്റെ നീതികേടുകളെ തിരിച്ചറിയുകയാണ് വിദ്യാർത്ഥികൾ ചെയ്തത്.
അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യം തെറ്റുണ്ടെന്ന് തോന്നുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം കുഞ്ഞിരാമൻ കാണിക്കുന്നു. വിദേശികൾ നമ്മുടെ നാടിനോട് ചെയ്ത ദ്രോഹങ്ങൾ ഈ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോലും എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അധിനിവേശ ശക്തികളെ ഇത്രയും ശക്തമായ ഭാഷയിൽ എതിർക്കാൻ കഴിയൂ. അധികാരത്തെ ഭയപ്പെടാതെ സത്യം തുറന്നു പറയുന്ന കുഞ്ഞിരാമന്റെ സ്വഭാവം വരും തലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. പഠനത്തോടൊപ്പം തന്നെ തൻ്റെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും ബോധവാനായ ഒരു വിദ്യാർത്ഥിയുടെ ഉത്തമ ഉദാഹരണമാണ് കുഞ്ഞിരാമൻ. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാക്യം ഇതുപോലെ ലഘു ഉപന്യാസമാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.